പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ഞായറാഴ്ചയുടെ ഒരു സാബത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഏവർക്കും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഇന്ന് വിശുദ്ധ മദർ തെരേസ. ഇത് ശരിക്കും ജനുവരി മാസത്തിലെ വിശുദ്ധരുടെ തിരുനാളുകളും ഒക്കെയാണല്ലോ. ഇപ്പൊ വിശുദ്ധ മദർ തെരേസ ദൈവജനത്തിന് നൽകുന്ന ഒരു പ്രബോധനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അതിലിങ്ങനെയാണ് മദർ തെരേസ പറയുന്നത്: വിശുദ്ധി എന്നത് കുറച്ചു പേർക്ക് മാത്രമുള്ള ഒരു സുഖഭോഗ വസ്തുവല്ല. വിശുദ്ധി എന്നത് കുറച്ചു പേർക്ക് മാത്രമുള്ള ഒരു സുഖഭോഗ വസ്തുവല്ല, പിന്നെയോ എനിക്കും നിങ്ങൾക്കും ഉള്ള ലളിതമായ ഒരു കടമയാണ്. പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ജനുവരി മാസം ഈ ഒരു കാലഘട്ടം നമ്മുടെ തിരുനാളുകളുടെ കാലഘട്ടമാണല്ലോ. ഓരോ തിരുനാൾ ഒരു പള്ളിയിൽ ഒരു ദേവാലയത്തിൽ നടത്തുമ്പോൾ ശരിക്കും അതിലൂടെ ആ ദേവാലയം വിളിച്ചു പറയുന്നത്, ആ വ്യക്തി വിളിച്ചു പറയുന്നത് എന്താണ് അറിയോ? മോനെ, നമ്മുടെ ഒരു വിശുദ്ധയുടെ ഓർമ്മ ആചരിക്കുമ്പോൾ കൊച്ചു ത്രേസ്യയുടെ, സെബസ്റ്റ്യാനോസിന്റെ, മാതാവിന്റെ, ഈ ലോകത്തിൽ ഒരുപാട് മുള്ളുകൾ നിറഞ്ഞ വഴികളുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ സ്വർഗത്തെ ലക്ഷ്യം നോക്കി നമ്മളുടെ പരാജയങ്ങളിൽ, നമ്മുടെ ഒറ്റപ്പെടലുകളിൽ, നമ്മുടെ പീഡാനുഭവങ്ങളിൽ, മകനെ മകളെ നീ ഭയക്കരുത് എന്നാണ് ഓരോ വിശുദ്ധനും, നമ്മൾ പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിശുദ്ധയും നമ്മളോട് പറയുന്നത്. മകൾ വിശുദ്ധി, അതാണ് മദർ തെരേസ പറയുന്നത്. വിശുദ്ധി എന്നത് കുറച്ചു പേർക്കുള്ള ഒരു ആഡംബര വസ്തുവല്ല, അത് എനിക്കും നിങ്ങൾക്കുള്ള ലളിതമായ കടമയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തില് വിശുദ്ധിയില് നമ്മെ തന്നെ വളർത്തുവാൻ, വിശുദ്ധി എന്ന് വലിയ കാര്യമൊന്നുമല്ല സഹോദരങ്ങളെ, കുഞ്ഞു കാര്യങ്ങളുണ്ട്. എനിക്ക് സോഷ്യൽ മീഡിയ ഇന്ന് ഞാൻ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ഞാൻ 3 മണിക്കൂർ നേരത്തേക്ക് ഈ സമയം മുതലേ, ഇപ്പം നമ്മൾ രാവിലെ 7:30 കാണുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കണം നമ്മൾ ഉച്ചവരെ 12 മണി വരെയുള്ള സമയത്ത് സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കില്ല. അതായത് ഞാൻ പറയുന്നത് നമ്മുടെ ജോലിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ ചുമ്മാ ഇരിക്കുന്നത് വെറുതെ ഒന്ന് തോണ്ടാന്നുള്ള അങ്ങനെ ഉപയോഗിക്കില്ല. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ എനിക്ക് ഇയാളെ വിളിക്കണം, എനിക്ക് അങ്ങനെയുള്ള ചില സാധനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവില്ല. അത് ആവശ്യമുള്ളതൊന്നും ആയിരിക്കണമെന്നില്ല, പക്ഷെ അങ്ങനെയുള്ള ചില സാധനങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ചായ കുടിക്കണം, കാപ്പി കുടിക്കണം, അങ്ങനെയുള്ള ചില പിടിവാശികൾ, കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങളായിരിക്കും. നമ്മൾ മാറ്റുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതൊക്കെ വിശുദ്ധിയുടെ ഒരു ഏടാണ്. നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 3 മണിക്കൂർ നേരത്തേക്ക് സോഷ്യൽ മീഡിയ ഇനി കാര്യമായിട്ട് തോണ്ടില്ല എന്ന് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മദർ തെരേസ പറഞ്ഞത് എത്രയോ ഇന്ന് ശരിക്കും നമ്മളുടെ സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നാശം എന്ന് പറയുന്നത് വിശുദ്ധിക്ക് നമ്മുടെ പ്രാമുഖ്യം കൊടുത്തില്ല. ഒരുപാട് പ്രതികൂലങ്ങൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ശരിക്കും ഈ ഒരു ആഗ്രഹം, അധമ്യമായ വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള അധമ്യമായ ഒരു ആഗ്രഹം നമ്മളിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അതിനു വേണ്ട എല്ലാ കൃപാവരദാനങ്ങളും നമുക്ക് നൽകും. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.